الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين، أما بعد. فعن عثمان بن عفان رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: أدخل الله عز وجل الجنة رجلا كان سهلا مشتريا وبائعا وقاضيا ومقتضيا. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്ര റമദാനിന്റെ 11ാം പ്രഭാതത്തിലാണ് നാം ഇരിക്കുന്നത്. അല്ലാഹു വന്നടഞ്ഞ ഈ 10നെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായി പരിശുദ്ധ റമദാനിൽ എല്ലാ വിശുദ്ധിയും കൈവരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും പ്രദാനം ചെയ്യട്ടെ. സ്വർഗവാതിലുകൾ അല്ലാഹുവിന്റെ തിരുദൂതർ പലതായി നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത പുലർത്തുകയും ആ വാതിലുകളിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എല്ലാവിധ സന്നദ്ധതയും നമ്മിൽ ഉണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വിട്ടുവീഴ്ച വല്ലാത്തൊരു ഗുണവിശേഷണമായി തിരുദൂതർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശരീഅത്തുൽ ഇസ്ലാമിലെ വളരെ കൂടുതൽ പ്രോത്സാഹനം നൽകപ്പെട്ട ഒരു വിഷയമാണ് വിട്ടുവീഴ്ച. ഒരു മനുഷ്യന്റെ സൽ സ്വഭാവം, നല്ല സ്വഭാവത്തിന്റെ പ്രകടമായ അടയാളം കൂടിയാണ് ഈ വിട്ടുവീഴ്ച എന്നത്. അള്ളാഹുവിന്റെ ദൂതർ പറയുന്നൊരു വചനം അവിടുത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞു: അദ്ഖലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പ്രവേശിപ്പിച്ചു അൽ ജന്നത, സ്വർഗ്ഗത്തിൽ, റജുലൻ, ഒരാളെ. ആരാണ് ആ റജുൽ? അയാളുടെ സ്വഭാവം എന്താ? കാന സഹലൻ, അദ്ദേഹം ഒരു മയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. കടുംപിടുത്തം ഇല്ലാതെ ഒരു വിട്ടുവീഴ്ചയും എളുപ്പവും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. മുസ്തരിയൻ വബായിഅൻ, വല്ലതും വാങ്ങുന്നവനാകുമ്പോഴും വല്ല വസ്തുവും വിൽക്കുന്നവനാകുമ്പോഴും, വഖാദിയൻ, കടം മേടിച്ചത് കൊടുക്കുന്നവനാകുമ്പോഴും, വമുഖ്തദിയൻ, കടം കൊടുത്തത് തിരിച്ചു മേടിക്കുന്നവനാകുമ്പോഴും. അപ്പൊ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും കടം വീട്ടുമ്പോഴും കടം വാങ്ങിയെടുക്കുമ്പോഴും ഇപ്പോഴെല്ലാം ഒരു എളുപ്പത്തിൽ ഒരു മയത്തിൽ പ്രവർത്തിക്കുന്ന ആള്, അദ്ദേഹത്തെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കടത്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി സ്വഹാബി വിവരിക്കുകയാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവ ഗുണമാണ് നമ്മളൊരു കടുംപിടുത്തം ഒഴിവാക്കിയിട്ട് വിട്ടുവീഴ്ചയുടെ സ്വഭാവം നമ്മൾ കൈക്കൊള്ളുക. ഇനി ആ പറഞ്ഞ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും കടം വീട്ടുമ്പോഴും കടം തിരിച്ചു മേടിക്കുമ്പോഴും ഒക്കെ ഒരു മയത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ രീതിയും രൂപവും എന്താണെന്ന് ചെറിയ രൂപത്തിലൊന്ന് നമുക്ക് വിവരിച്ചു പോകാം. അവൻ വല്ല വസ്തുവും വാങ്ങുകയാണ്, ഒരാളിൽ നിന്നൊരു സാധനം മേടിക്കുകയാണെങ്കിൽ ആ മേടിക്കലിൽ ഒരു കടുംപിടുത്തം ഒഴിവാക്കി ഒരു മയം, വിട്ടുവീഴ്ചയുടെ സ്വഭാവം പ്രകടിപ്പിക്കൽ എങ്ങനെ? അത് ഫലാ യുബാലിഗു ഫീ മുജാദലാത്തി സമനി സിൽഅ, ചരക്കിന്റെ വിലയെ ചൊല്ലി തർക്കിച്ചിട്ട് വല്ലാതെ കൂടുതൽ ഓവർ തർക്കം നടത്തി ആ സാധനത്തിന്റെ ഉടമയെ പ്രയാസപ്പെടുത്തിയിട്ട് വാങ്ങുക. അങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കും പോലെ വില പറഞ്ഞ് പേശുന്നതിന് ഒരു പരിധിയുണ്ട്. വില പേശി 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 ഓനക്ക് കിട്ടുന്ന മൂലധനവും പോലും നഷ്ടപ്പെടുന്ന, ഓനക്ക് മുതൽ പോലും നഷ്ടമാകുന്ന രൂപത്തിൽ പറഞ്ഞ് പരുവപ്പെടുത്തി വരുന്ന സാധനം വസൂലാക്കുക. ഇത് ചെയ്യാതിരിക്കുന്ന രീതിക്കാണ് മയത്തിൽ വർത്തിക്കുക എന്ന് പറയുന്നത്. അപ്പൊ സാധനത്തിന്റെ വില എത്രയാണ്? അത് നമുക്ക് ഇത്ര റുപ്യക്ക് തന്നൂടെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ആ ഒരു മയത്തിലുള്ള ചോദ്യം അതിൽ അയാൾ ആയിക്കോട്ടെ എന്ന് കൊണ്ടുപോയിക്കോട്ടെ, കാരണം അത് പൊരുത്തപ്പെട്ട് തരലാണ്. അത് സമയത്ത് അത് നിങ്ങള് 15 തന്നേക്ക്, 15 റുപ്യ തന്നേക്ക് തരണം, 15 വേണ്ട 9 റുപ്യ തരാം, പിന്നെയും പറഞ്ഞ് പേശി 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 അവനെ പരുവപ്പെടുത്തുന്ന രൂപം. ഇത് വാങ്ങുന്നയാൾ പാലിക്കുന്ന മര്യാദകളിൽപ്പെട്ടതാണ്. അയാളെ അങ്ങനെ പ്രയാസപ്പെടുത്താതിരിക്കുക. ഒന്ന്, അല്ലെങ്കിൽ മറ്റൊരു രൂപം എന്താ, അതിന്റെ കൂടെ വായിക്കേണ്ട രൂപം ഇങ്ങനെയൊക്കെ പറഞ്ഞ് സാധനമൊക്കെ മേടിച്ചു കൊണ്ടുപോകും, കാശ് കൊടുക്കാൻ
എപ്പോൾ കൊണ്ടുത്തരാൻ പറയും, നാളെ തന്നെ തരാമെന്ന് പറയും. ചിലപ്പോൾ നാളെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരും എന്ന് പറയും. ഈ നാളെ എത്രയോ നീണ്ടുപോവുകയാണ്. ഇങ്ങനെ മേടിച്ച സാധനത്തിന്റെ വില കൊടുക്കാൻ അവധിയും കഴിഞ്ഞ് ചിന്തിക്കുന്നതും കൊടുക്കാതിരിക്കുക എന്നുള്ളത് വലിയ തെറ്റ്. ഇനി അവധി താമസിപ്പിക്കുന്നത് തന്നെ അവൻ ചെയ്യുന്ന മര്യാദകേടാണ്. അപ്പോ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ച സാധനത്തിന്റെ വില അതിന്റെ സമയത്ത് വേഗം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വാങ്ങുന്നയാൾ കാണിക്കുന്ന ഈ സഹലിൽപ്പെട്ടതാണ്, അഥവാ അവന്റെ വിട്ടുവീഴ്ചയുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇനി വിൽക്കുന്ന ആള്, അയാള് വിട്ടുവീഴ്ച കാണിക്കൽ എങ്ങനെയാണ്? അദ്ദേഹം മയത്തിൽ വർത്തിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെ? അവന്റെ കടയിൽ അല്ലെങ്കിൽ അവന്റെ കൈവശമുള്ള വസ്തു വിൽക്കാനുള്ളതാണ്. പക്ഷെ ആ വസ്തുവിനെ ഇല്ലാത്ത ഗുണം പറഞ്ഞിട്ട് ഈ വാങ്ങാൻ വന്നവനെ ഒപ്പിച്ചെടുക്കുന്ന ഒരു രീതി. ഓനെ കൊണ്ട് എടുപ്പിക്കും പറഞ്ഞിട്ട് സാധനത്തിന്റെ ഇല്ലാത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞ് വർണ്ണിച്ചിട്ട് ഓനെ കൊണ്ട് എടുപ്പിക്കുന്ന, നിർബന്ധിതമായിട്ട് അവനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞ് അവനെ കബളിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് വിൽക്കുന്നയാൾ കാണിക്കേണ്ട മര്യാദയും അയാൾ കാണിക്കുന്ന വിട്ടുവീഴ്ചയും. പിന്നെ അതുപോലെ അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ സാധനത്തിന് ചില ന്യൂനതകളുണ്ട്. ഈ ന്യൂനതകൾ മറച്ചു വെക്കുക, എന്നിട്ട് അയാളെ കബളിപ്പിക്കുക. ന്യൂനതകൾ ഉള്ളത് ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇതിൽ ഇന്നൊരു സംഗതി ഉണ്ടട്ടോ എന്ന് തുറന്ന് പറഞ്ഞു കൊടുക്കാൻ മടി കാണിച്ച് ആ ന്യൂനത മറച്ചു വെച്ചിട്ട് അവനെ കൊണ്ട് എന്ത് ചെയ്യാം, എടുപ്പിക്കുന്ന രൂപം. അതും വിൽക്കുന്നയാൾ ചെയ്യുന്ന രീതി ശരിയല്ലാത്തതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സഹലി, ഒരു മാർദ്ദവം, ഒരു കടുംപിടുത്തം ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഓനെ കൊണ്ട് സാധനം എടുപ്പിക്കുക എന്നുള്ളതിന് പകരം അവരിത് കൊണ്ടുപോയിട്ട് ഇത് വാങ്ങിയിട്ട് ഓന് പോയെന്ന് പോകണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴാണ് നമ്മൾ സഹലായിട്ട് സ്വർഗവാതിലേക്കുള്ള ആളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി കടം വാങ്ങിയത് വീട്ടുമ്പോൾ കടം വീട്ടുമ്പോഴും അവൻ ആരാകണം, മയത്തിൽ വർത്തിക്കുന്നവനാകണം. ആ കടം വീട്ടുമ്പോ ചില ആളുകൾക്കുള്ള സ്വഭാവമുണ്ട്, വാങ്ങിയ സംഖ്യ സമയത്ത് തിരിച്ചു കൊടുക്കും, പക്ഷെ കുറച്ചേ കൊടുക്കും, ഫുള്ള് കൊടുക്കൂല. ഒരാൾ ഇതിന്റെ ഇടയ്ക്ക് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ വല്ലാതെ കളിപ്പിച്ചപ്പോ ഈ വാങ്ങിയ ആള് പിന്നാലെ കൂടി തന്നേ മതിയാവുള്ളൂ, ഇനി കടം വാങ്ങി പോയതല്ലേ. അവസാനം ഡിമാൻഡ് വെച്ച് അത് കുറച്ചിട്ടാണെങ്കിലേ തരുള്ളൂ, വാങ്ങിയ പൈസ കുറച്ചിട്ടാണെങ്കിലേ തരുള്ളൂ, അത്ര വരെ പറയുന്നൊരു സ്വഭാവം. അതൊന്നും ശരിയായ ഒരു ഏർപ്പാടല്ല. കടം വീടുമ്പോ വാങ്ങിയ സംഖ്യ കുറക്കാതെ ഇരിക്കുക എന്നുള്ളത് കടം വീട്ടുന്നവർ പാലിക്കേണ്ട നല്ല സ്വഭാവത്തിലും മര്യാദയിലും പെട്ടതാണ്. അതേപോലെ തന്നെ കഴിവുണ്ടായിട്ടും വാങ്ങിയ കടം വീട്ടാതിരിക്കുക. കഴിവില്ലാതാവുമ്പോൾ ചിലപ്പോൾ നിവൃത്തിയില്ലാതൊക്കെ ആയിപ്പോവും ചില മനുഷ്യന്റെ അവസ്ഥ. ഇതൊന്നല്ല, വിചാരിച്ചാൽ എനിക്ക് വീട്ടാൻ കഴിയും, പക്ഷെ വീട്ടണ്ട, അങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ കഴിച്ച് ദിവസം കഴിച്ചു കൂട്ടി പോവുക. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കാൻ വന്നാൽ ആ ചോദിച്ചതിന്റെ രീതി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുക. ഈ ഒരു രീതിയൊക്കെയാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവത്തിന് ചേർന്നതല്ല. അപ്പൊ കടം വീട്ടുന്ന ആള് വീട്ടുന്ന സമയത്ത് അദ്ദേഹം എളുപ്പ വഴി മാർഗം സ്വീകരിക്കണം. ഒരു കടുപ്പടപ്പെട്ട രൂപം കാണിക്കരുത്, മര്യാദകൾ കാണിക്കരുത്. ഇനി മുഖത്തതിയൻ, കടം കൊടുത്തത് തിരിച്ചു വാങ്ങുമല്ലോ, മടക്കി വാങ്ങുക. ഈ മടക്കി വാങ്ങുന്നിടത്തിലും ഈ കടം കൊടുത്ത കക്ഷിയും അയാളും മര്യാദ പാലിക്കേണ്ടതുണ്ട്. കടം മേടിച്ചു പോയവനെ വല്ലാതെ കൂടുതൽ കുടുക്കി പ്രയാസപ്പെടുത്തുക. അത് കടം വാങ്ങിയെടുക്കുന്നതിൽ അവനെ വല്ലാതെ കൂടുതൽ ഇടുക്കത്തിലാക്കുക. എന്നിട്ട് അവന്റെ വളരെ മൂല്യവത്തായ സാധനത്തെ വമ്പൻ നഷ്ടത്തിന് അയാൾ വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഒരുപക്ഷെ അവന്റെ വീടും സ്ഥലവും തന്നെ അവൻ വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ കിടപ്പാടമില്ലാതെ ആകുക. എന്നാൽ ഇയാൾക്കാണെങ്കിലോ കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാൻ, സാവകാശം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ഇയാൾക്കില്ല. ഇയാൾക്ക് അല്ലാഹു എത്തിച്ചിട്ട് നിഅമത്തുണ്ട്. അപ്പൊ കുറച്ചൊന്ന് സാവകാശം, ഒരു 2 മാസം 3 മാസോ ഒന്ന് താമസിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടും അനുവദിക്കാതിരിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ ഈ കടം മേടിച്ചു പോകുന്ന ആള് കൊടുക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യാന്നുള്ള രീതിയുണ്ട്. ആ രീതിക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റൂല. അതിന് ആ രൂപത്തിലല്ല ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രയാസപ്പെടുത്തി കടം തിരിച്ചു പിടിക്കുന്നതിൽ തീരെ മയം കാണിക്കാതിരിക്കുന്ന ഒരു രീതി ഒഴിവാക്കിയിട്ട് അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ വെയിറ്റ് ചെയ്ത് കൊടുക്കാനും സാവകാശം കൊടുക്കാനും ഒക്കെ നമ്മൾ ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ്
ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് പറയുന്ന ഫലാ യഫ്അലുഹാ ഇല്ലാ മൻ വഫഖഹുല്ലാഹ്. ഇത് എല്ലാവർക്കും ഈ പറഞ്ഞ സ്വഭാവം കൈക്കൊള്ളുക അത്ര എളുപ്പമല്ല. അത് പ്രത്യേകം അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയവർക്ക്, ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ. പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ് എന്നർത്ഥം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണല്ലോ ഈ ഹദീസ് പറഞ്ഞു തന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു സമ്പന്നനായിരുന്നു. അദ്ദേഹം മറ്റൊരാളിൽ നിന്നും ഒരു ഭൂമി വിലക്കുവാൻ കച്ചവടാക്കി. അങ്ങനെ വിലക്ക് വാങ്ങിയിട്ട് ഈ ഭൂമി വിറ്റയാള് ഉസ്മാൻ തങ്ങളുടെ അടുത്തുനിന്ന് ഇതിന്റെ പണം വാങ്ങിപ്പോവാൻ. പക്ഷെ മൂപ്പര് പണം വാങ്ങാൻ വന്നില്ല. ദിവസങ്ങൾ ഇങ്ങനെ നേരിട്ട് കഴിഞ്ഞപ്പോ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹത്തെ കാണുന്നത്. ആ സമയത്ത് ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, പിന്നെ എന്താ ഈ പൈസ വാങ്ങാൻ വരാത്തത് എന്ന് ചോദിച്ചു. കാല അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വലിയ നഷ്ടമായി പോയി ഉസ്മാൻ തങ്ങളെ. ഞാൻ നിങ്ങൾക്ക് ഭൂമി വിറ്റതിൽ എനിക്ക് വല്ലാത്ത നഷ്ടം വന്നുപോയി. കാണുന്നവരൊക്കെ കേൾക്കുന്നവരൊക്കെ എന്നെ ആക്ഷേപിക്കാൻ ഈ എന്ത് പണിയാ ചെയ്ത് ഇത്ര വലിയ നഷ്ടത്തിൽ ദുഃഖാവോ എന്ന് ചോദിച്ചിട്ട് എന്നെ വളരെ പ്രയാസപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ ആ കാശ് വാങ്ങുന്നതിൽ എനിക്ക് ആ പറ്റിയ വലിയ നഷ്ടമായി പോയി. അപ്പൊ ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം അതാണ്. ഈ വിട്ടുവീഴ്ചയുടെ രൂപം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ. അതാണോ നിന്റെ പ്രശ്നം? പൈസ വാങ്ങിപ്പോകാൻ, നീ എനിക്ക് വിറ്റ സാധനത്തിന്റെ വില വാങ്ങിപ്പോകാൻ തടസ്സം അതാണോ? അതന്നെ. ആ സമയത്ത് പെട്ടെന്ന് ഉസ്മാൻ തങ്ങൾ പറയാം, ആയിക്കോട്ടെ, അതിനൊരു പ്രശ്നമില്ലല്ലോ, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. വേണമെങ്കിൽ കാശ് മേടിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ഭൂമി തിരിച്ചെടുത്തിട്ട് പോയിക്കോ, കുഴപ്പമില്ല. ഫഖ്തർ, ഇഷ്ടം പോലെ ചെയ്യാം. ഒന്നുകിൽ ഭൂമി തിരിച്ചു വാങ്ങുക, അല്ലെങ്കിൽ പൈസ തന്നിട്ട് പോകാം. എന്നിട്ട് അപ്പൊ ഇഷ്ടം പോലെ ചെയ്താൽ നിന്നെ ഞാൻ പ്രയാസപ്പെടുത്തുന്നില്ല, നിനക്ക് അങ്ങനെ നഷ്ടം പറ്റി തോന്നിയാൽ നീ ഭൂമി അങ്ങോട്ട് തന്നെ എടുത്തോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു. ഈ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇത് ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇത് ചെയ്തിട്ട് ആ മനുഷ്യന് മുമ്പിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്ത ഹദീസാണത്. എന്റെ ഹബീബ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഖലല്ലാഹു അസ്സ വജല്ല റജുലൻ കാന സഹ്ലൻ മുശ്തരിയൻ വബായിഅ വഖാദിയൻ വമുഖ്തദിയ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്കനുസരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് വലിയ വിട്ടുവീഴ്ചയുടെ മകുടോദാഹരണമായി മാറാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കഴിഞ്ഞു. അതായിരിക്കണം നമ്മുടെയും മാതൃക. ഒരാളെയും വാങ്ങിയതിന്റെ പേരിലോ വിറ്റതിന്റെ പേരിലോ പ്രയാസപ്പെടുത്താൻ ഒരിക്കലും നമ്മൾ നിൽക്കരുത്. അല്ലാഹു തആല നമ്മളെ നല്ലവരാക്കട്ടെ, നമ്മുടെ ഇടപാടുകളൊക്കെയും നല്ലതാക്കി തരട്ടെ. ഒരാൾക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ ദുനിയാവിൽ ജീവിച്ച് അള്ളാഹിന്റെ അടുക്കലും പ്രയാസമില്ലാതെ സ്വർഗത്തിന്റെ വാതിലുകൾ കടന്ന് ചെല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മിൽ നിന്നും യാത്ര പോയ ഉംറക്കാർക്കൊക്കെയും അല്ലാഹു വലിയ ബറക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.